ആത്മാവെന്നത് പെട്ടെന്ന് മുളച്ചു പൊന്തുന്ന ഒരു കളയല്ല. ലെബനോണിലെ സെഡാർ മരങ്ങളെപ്പോലെ ആകാശത്തോളം വളരാൻ അതിന് ക്ഷമയും സമയവും ആവശ്യമാണ്. യേശു ഒരു എവറസ്റ്റ് കൊടുമുടിയാണ്. ആ ഉയരം താഴെ നിൽക്കുന്നവരുടെ അഹങ്കാരത്തെ മുറിപ്പെടുത്തും. സമൂഹം എക്കാലത്തും പ്രവാചകന്മാരെ ക്രൂശിക്കുന്നത് ഇതുകൊണ്ടാണ്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്ന് യേശു പറഞ്ഞതിനർത്ഥം ഞാൻ ഒന്നുമല്ല എന്ന തിരിച്ചറിവാണ്. എപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ അഹങ്കാരം ഒഴിഞ്ഞു പോകുന്നുവോ ആ ശൂന്യതയിലാണ് ദൈവം വന്നു നിറയുക. മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് കുരിശിനെ സ്നേഹിക്കുവാനും മരണത്തെ ആരാധിക്കുവാനുമാണ്. എന്നാൽ ഒന്നറിയുക, യേശു ജീവന്റെ ഉത്സവമാണ്. ജീവിതത്തോട് നോ എന്ന് പറയുന്നവർക്ക് ദൈവത്തെ ഒരിക്കലും കണ്ടുമുട്ടാനാവില്ല. ലൈംഗികതയെയും സ്നേഹത്തെയും അടിച്ചമർത്താതെ അതിനെ പ്രാർത്ഥനയായി മാറ്റുക. നിങ്ങളുടെ മനസ്സാകുന്ന ശവക്കല്ലറയിൽ നിന്ന് പുറത്തു വരിക. ലാസറസിനെ പോലെ ഉയർത്തെഴുന്നേൽക്കാം. ഏറ്റവും പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്നത്തെ ഈ നിമിഷത്തിൽ ക്രിസ്തുബോധം എന്ന ഈ അനന്തമായ യാത്രയുടെ 4ാമത്തെ പടവിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ജീവിക്കുന്നത് ബഹളങ്ങളുടെയും വേഗതയുടെയും ലോകത്താണല്ലോ. നമുക്ക് ചുറ്റും നോക്കിയാൽ എല്ലാവരും ഓടുകയാണ്. എവിടേക്കോ എത്താനുള്ള വെപ്രാളത്തിലാണ് എല്ലാവരും. ഒരു പൂ വിരിയാൻ എടുക്കുന്ന സമയം പോലും കാത്തു നിൽക്കാൻ നമുക്ക് ക്ഷമയില്ല. ഇൻസ്റ്റൻ്റായ സന്തോഷങ്ങളും വിജയങ്ങളും, എന്തിനേറെ പറയാൻ ഇൻസ്റ്റൻ്റായ മോക്ഷം പോലും നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ സത്യത്തിൻ്റെ നിയമം അതല്ല. ആത്മാവിൻ്റെ നിയമം എന്നത് വേഗതയല്ല, മറിച്ച് ക്ഷമയാണ്. അത് ലെബനോണിലെ സെഡാർ മരങ്ങളെപ്പോലെ ആകാശത്തോളം ഉയരണമെങ്കിൽ, മേഘങ്ങളെ ചുംബിക്കണമെങ്കിൽ അവയ്ക്ക് മണ്ണിൽ ആഴത്തിൽ വേരൂന്നാൻ കാലങ്ങൾ ആവശ്യമാണ്. യേശു പറയുന്നു, അതിനായി 14 തലമുറകൾ വേണ്ടിവരുമെന്ന്. ആത്മാവിൻ്റെ ആ പൂർണ്ണതയിലേക്ക് എത്താൻ ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത് അത്തരത്തിലുള്ള ഗഹനമായ ചില സത്യങ്ങളിലേക്കാണ്. പ്രിയമുള്ളവരെ, ചരിത്രത്തിലെ ഏറ്റവും വലിയ ചോദ്യത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് സ്നേഹസ്വരൂപനായ യേശുവിനെ ഈ ലോകം ക്രൂശിച്ചത്? എന്തുകൊണ്ടാണ് സത്യം പറയുന്ന പ്രവാചകന്മാരെ സമൂഹം കല്ലെറിയുന്നത്? എന്തുകൊണ്ടാണ് ബുദ്ധനെ സ്വന്തം മണ്ണിൽ നിന്നും ഒഴിവാക്കിയത്? ഇതിൻ്റെ ഉത്തരമെല്ലാം ലളിതമാണ്. എന്നാൽ അത് നമ്മുടെ അഹങ്കാരത്തെ മുറിപ്പെടുത്തുന്നതുമാണ്. ഹിമാലയത്തിലെ എവറസ്റ്റ് കൊടുമുടി തലയുയർത്തി നിൽക്കുമ്പോൾ തൊട്ടു താഴെയുള്ള ചെറിയ കുന്നുകൾക്ക് അത് സഹിക്കാൻ കഴിയുമോ? ഒരിക്കലും അത് കഴിയില്ല. എവറസ്റ്റിൻ്റെ ഉയരം തങ്ങളെത്ര ചെറുതാണെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് ഭയപ്പെടും. ആ ഭയമാണ് ക്രൂശീകരണമായി മാറുന്നത്. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് ചരിത്രത്തിലേക്കല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ തന്നെ ആ എവറസ്റ്റ് കൊടുമുടിയിലേക്കാണ്. അതുകൊണ്ട് ഒരു അപേക്ഷയുണ്ട്. ഈ നിമിഷം മുതൽ നിങ്ങളുടെ യുക്തിയുടെയും ബുദ്ധിയുടെയും വാതിലുകൾ അല്പനേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കണം. പകരം ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറക്കാം നമുക്ക്. കാരണം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് നിശബ്ദത കൊണ്ടാണ്.
നിങ്ങൾ എന്നോടൊപ്പം വരൂ, നമുക്ക് ആ മലമുകളിലേക്ക്, ആ ഏകാന്തതയിലേക്ക്, ആ ദൈവികമായ നിശബ്ദതയിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. ഒരിക്കൽ കൂടി ദിവ്യബോധത്തിൻ്റെ ഈ ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം. ആത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കരുതുന്നത് അതൊരു മാന്ത്രിക വിദ്യ പോലെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നാണെന്നാണ്. എന്നാൽ യേശു നമുക്ക് നൽകുന്ന ചിത്രം മറ്റൊന്നാണ്. ആത്മാവ് ഒരു പ്രത്യേക ഋതുവിൽ മാത്രം വിടരുകയും ഏതാനും ആഴ്ചകൾ കൊണ്ട് കൊഴിഞ്ഞു പോയേക്കാവുന്ന ഒരു പുഷ്പമല്ലെന്നും, മറിച്ച് അതൊരു മഹാവൃക്ഷമാണെന്നും അതിന് വളർന്നു വലുതാകുവാൻ ഒത്തിരി സമയം ആവശ്യമാണെന്നുമാണ്. അതിന് ക്ഷമയോടെ കാത്തിരിക്കേണ്ടതുണ്ട്. 14 തലമുറകളെങ്കിലും അതിനായി വേണ്ടിവരുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതൊരു കണക്കല്ല, മറിച്ച് ഇതൊരു പ്രതീകമാണ്. ഒരു വിത്ത് മണ്ണിൽ വീണ് വേരുകൾ ആഴ്ത്തി തായ്തടി ഉറച്ച് ശിഖരങ്ങൾ വിരിച്ച് അവസാനം ആകാശത്തെ ചുംബിക്കുന്ന ആ അവസ്ഥയിലേക്ക് എത്താൻ പ്രകൃതി എടുക്കുന്ന സമയമാണത്. ആത്മാവ് നിത്യമാണ്, അതിനൊട്ടും തിടുക്കമില്ല. നമ്മളാണ് അതിന് തിടുക്കം കൂട്ടുന്നത്. പെട്ടെന്നുള്ള ഉണർവ്, പെട്ടെന്നുള്ള മോക്ഷം. എന്നാൽ ഓർക്കുക, പെട്ടെന്ന് വളരുന്നതെല്ലാം പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. എന്തുകൊണ്ടാണ് കാലം ഇത്രയധികം സമയം ഇതിനെടുക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ഗുഹാമനുഷ്യന് നമുക്ക് ബിതോവൻ്റെ സിംഫണികളോ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കവിതകളോ ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തങ്ങളോ നൽകാൻ കഴിയുമായിരുന്നില്ല. ആദിമ മനുഷ്യന് അതൊന്നും ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ല. ഒരു സമൂഹത്തിന് യേശുവിനെയോ ബുദ്ധനെയോ സോക്രട്ടീസിനെയോ ഉൾക്കൊള്ളണമെങ്കിൽ ആ സമൂഹം അതിനായി പാകപ്പെടേണ്ടതുണ്ട്. അതിന് ആത്മീയമായ ഒരു പ്രത്യേക പരിസ്ഥിതി ആവശ്യവുമാണ്. 14 തലമുറകൾക്ക് മുമ്പ് യേശുവിന് ജനിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം ആ വിത്തിനെ സ്വീകരിക്കാൻ അന്നത്തെ മണ്ണ് പാകമായിരുന്നില്ല. എന്നാൽ ഇവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം നമ്മൾ കാണുന്നത്. യഹൂദർ നൂറ്റാണ്ടുകളായി ഒരു മിശിഹായെ കാത്തിരിക്കുകയായിരുന്നു. പ്രവാചകന്മാർ അതിനായി വഴിയൊരുക്കി. സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഞാൻ വെറും ഒരു തൂപ്പുകാരനാണ്, എനിക്ക് പുറകെ വരുന്നവനാണ് വലിയവൻ, ഞാൻ അവനായി വഴിയൊരുക്കുന്നവനാണ്. എല്ലാവരും ആ വരവിനായി കാത്തിരുന്നു. ഒടുവിൽ ആ വലിയവൻ വന്നപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? അവർ യേശുവിനെ സ്വീകരിച്ചില്ല. പകരം അവർ യേശുവിനെ തിരസ്കരിച്ചു. അവർ യേശുവിനെ ക്രൂശിച്ചു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്? എന്താണ് അവിടെ പിഴച്ചത്? ഇവിടെയാണ് മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ ഏറ്റവും വികൃതമായ മുഖം നമ്മൾ കാണുന്നത്. ഇതിനെ നമുക്ക് എവറസ്റ്റ് സിൻഡ്രോം എന്ന് വിളിക്കാം. നമ്മുടെ ഹിമാലയത്തെ ഒന്ന് സങ്കല്പിച്ചാൽ അവിടെ എവറസ്റ്റ് കൊടുമുടി ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. അതിനു ചുറ്റും ആയിരക്കണക്കിന് ചെറിയ ചെറിയ കൊടുമുടികളുണ്ട്. അവയെല്ലാം ചേർന്നാണ് എവറസ്റ്റിനെ താങ്ങി നിർത്തുന്നത്. എവറസ്റ്റിന് ഉയരാൻ ഈ ചെറിയ കൊടുമുടികളുടെയെല്ലാം പിന്തുണ ആവശ്യമാണ്. എന്നാൽ ഒരിക്കൽ എവറസ്റ്റ് തല ഉയർത്തി നിന്നാൽ എന്ത് സംഭവിക്കും? തൊട്ട് താഴെയുള്ള മറ്റു കൊടുമുടികൾക്ക് പെട്ടെന്ന് തങ്ങളെത്ര ചെറുതാണെന്ന് തോന്നിത്തുടങ്ങും. എവറസ്റ്റ് അവരോടൊന്നും പറയുന്നില്ല, ചെയ്യുന്നില്ല, കളിയാക്കുന്നുമില്ല. എവറസ്റ്റിന് ഉയരത്തിൽ നിൽക്കാനേ കഴിയൂ. അതതിൻ്റെ സ്വഭാവമാണ്. പക്ഷേ എവറസ്റ്റിൻ്റെ ആ സാന്നിധ്യം മാത്രം മതി താഴെയുള്ളവർക്ക് അപകർഷതാബോധത്താൽ നിറയാൻ. അതുകൊണ്ട് താഴെയുള്ളവർ ചിന്തിക്കുന്നു, ഇവൻ നമ്മളെക്കാൾ വലിയവനായോ, ഇവൻ കാരണം നമ്മൾ ചെറുതായിപ്പോയല്ലോ എന്നുള്ള ആ അസൂയ, ആ മുറിവേറ്റ അഹങ്കാരം അതൊരു ഗൂഢാലോചനയായി മാറും. ശേഷം അവർ പ്ലാൻ ചെയ്യും, നമുക്കിവനെ താഴെ ഇറക്കാം, ക്രൂശിക്കാം.
എവറസ്റ്റിനെ തകർത്താൽ പിന്നെ നമ്മളാണല്ലോ വലിയവർ. ഇതാണ് യേശുവിനും സംഭവിച്ചത്. ഇതാണ് ഗ്രീക്കുകാർ സോക്രട്ടീസിനോട് ചെയ്തത്. ഇതാണ് നമ്മൾ ബുദ്ധനോട് ചെയ്തത്. യേശുവിൻ്റെ മേൽ ആരോപിച്ച കുറ്റം അദ്ദേഹം ആരെയെങ്കിലും ഉപദ്രവിച്ചു എന്നതാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം സ്നേഹം മാത്രമാണ് ഈ ലോകത്തിന് നൽകിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മീയ ഔന്നത്യം, ആ വെളിച്ചം, അത് പുരോഹിതരുടെയും പണ്ഡിതരുടെയും അഹങ്കാരത്തെ മുറിപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇരുട്ടിന് വെളിച്ചത്തെ സഹിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇത് സംഭവിക്കും. നമ്മൾ സത്യത്തിലേക്ക്, അതായത് വെളിച്ചത്തിലേക്ക് വളരാൻ തുടങ്ങുമ്പോൾ സമൂഹം നമ്മളെ ഭയപ്പെടും. നമ്മുടെ പഴയ കൂട്ടുകാർക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിയാതെ വരും. കാരണം നമ്മുടെ വളർച്ച അവരുടെ ഉറക്കത്തെ ശല്യപ്പെടുത്തുന്നു എന്നതാണ് കാരണം. അതുകൊണ്ട് ഒറ്റപ്പെടലിനെ നമ്മൾ ഭയക്കരുത്. എവറസ്റ്റ് എന്നും ഒറ്റയ്ക്കാണ്. ആ ഏകാന്തതയാണ് ദൈവത്തിലേക്കുള്ള ഏക വഴി. ആ വഴിയിലേക്ക്, ആ ഏകാന്തതയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സുവിശേഷത്തിൽ വളരെ പ്രധാനപ്പെട്ട, എന്നാൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വരിയുണ്ട്. യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിന് തൊട്ടു മുൻപ് നടക്കുന്ന ഒരു സംഭവം. അതിലിങ്ങനെ പറയുന്നു: പുരുഷാരത്തെ കണ്ടതോടെ അവനൊരു മലമുകളിലേക്ക് കയറിപ്പോയി. അവനവിടെ സ്വസ്ഥമായിരുന്നപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ അടുത്തേക്ക് വന്നു. ഇതൊരു സാധാരണ വരിയല്ല. ഇതിൽ വലിയൊരു മനഃശാസ്ത്രമുണ്ട്. എന്താണ് ഈ പുരുഷാരം അല്ലെങ്കിൽ ഈ ആൾക്കൂട്ടം? ജനക്കൂട്ടം അഥവാ പുരുഷാരം എന്നത് ബോധത്തിൻ്റെ ഏറ്റവും താഴ്ന്ന ഒരു തലമാണ്. അത് ഇരുട്ടാണ്. അത് ഗാഢനിദ്രയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. വലിയൊരു ആൾക്കൂട്ടത്തിന് നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടും. വല്ലാത്തൊരു ശ്വാസം മുട്ടൽ തോന്നും. ഇത് ശാരീരികമായ ശ്വാസം മുട്ടൽ മാത്രമല്ല, ചുറ്റും ആളുകൾ ഉള്ളതുകൊണ്ട് ഓക്സിജൻ കുറയുന്നതുമല്ല. ഇത് ആത്മീയമായ ശ്വാസം മുട്ടലാണ്. കാരണം ആൾക്കൂട്ടം ഒരു ഗുരുത്വാകർഷണ ശക്തി പോലെയാണ്. അത് നമ്മളെ താഴേക്ക് വലിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ബോധത്തിൻ്റെ ഉയർന്ന തലത്തിലാണെങ്കിൽ, ഒരു എവറസ്റ്റ് പോലെ നിൽക്കുകയാണെങ്കിൽ, താഴെയുള്ളവർ നമ്മെ താഴേക്ക് വലിച്ചിടാൻ ശ്രമിക്കും. നമ്മൾ ആൾക്കൂട്ടത്തിനിടയിലേക്ക് പോകുമ്പോഴെല്ലാം നമ്മുടെ ഊർജം ചോർന്നു പോകുന്നതായി നമുക്ക് തോന്നും. എന്തോ ഒന്ന് നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നതായി നമുക്ക് തോന്നും. അതുകൊണ്ടാണ് യേശു മലമുകളിലേക്ക് പോയത്. യേശുവിൻ്റെ ജീവിതം ഉടനീളം നോക്കിയാൽ അദ്ദേഹം നിരന്തരം ജനങ്ങൾക്കിടയിലായിരുന്നു. അന്ധർക്ക് കാഴ്ച നൽകി, രോഗികളെ സുഖപ്പെടുത്തി, മരിച്ചവരെ ഉയർപ്പിച്ചു. അദ്ദേഹം തൻ്റെ ഊർജം അവർക്കായി ഒഴുക്കിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ഊർജം വീണ്ടെടുക്കുവാൻ സ്രോതസ്സിലേക്ക് മടങ്ങേണ്ടതുണ്ട്. ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെ ആത്മാവിനെ വീണ്ടും ചാർജ് ചെയ്യേണ്ടതുണ്ട്. അതാണ് മലമുകളിലേക്ക് പോവുക എന്നത്. ഇവിടെ മലമുകൾ എന്നത് ഒരു ഭൂമിശാസ്ത്രപരമായ സ്ഥലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. അതൊരു അവസ്ഥയാണ്. ആത്മീയ ലോകത്തിൽ പുറത്തേക്ക് പോവുക എന്നാൽ താഴേക്ക് പോകുക എന്നാണ് അർത്ഥം. അകത്തേക്ക് പോകുക എന്നാൽ മുകളിലേക്ക് പോവുക എന്നാണ് അർത്ഥമാക്കേണ്ടത്. യേശു മലമുകളിലേക്ക് പോയത് ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടാനല്ല, മറിച്ച് ദൈവവുമായി ഒന്നാകാനാണ്. തന്നിലെ തന്നെ നിശബ്ദതയിലേക്ക് മടങ്ങാനാണ്. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, പൂർണ്ണമായും ഏകനാകുമ്പോൾ അവിടെ
നമ്മൾ ദൈവത്തോടൊപ്പമാണ്. ദൈവത്തോടൊപ്പമാകുമ്പോൾ നമ്മളൊരു കടൽക്കാക്കയെപ്പോലെ അനന്തതയിൽ പറക്കാൻ തുടങ്ങും. ചിറകുകൾ വീണ്ടും മുളയ്ക്കും. നമുക്ക് വീണ്ടും ഉയരങ്ങളിലേക്ക് പറക്കാൻ പറ്റും. എന്നാൽ ജനക്കൂട്ടത്തോടൊപ്പമാകുമ്പോൾ നമ്മുടെ ചിറകുകൾ വെട്ടിമാറ്റപ്പെടുകയാണ്. അവർ നമ്മളെ മുടന്തരാക്കും. കാരണം അവർക്ക് പറക്കാൻ അറിയില്ല. അതിനാൽ നമ്മളും പറക്കാൻ അവർ അനുവദിക്കില്ല. യേശുവും ബുദ്ധനും മഹാവീരനുമെല്ലാം ഇത് ചെയ്തിരുന്നു. അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും, സ്നേഹം പങ്കുവയ്ക്കും. പക്ഷെ ക്ഷീണിതരാകുമ്പോൾ അവർ ഏകാന്തതയിലേക്ക്, മലമുകളിലേക്ക് മടങ്ങും. അവിടെ നിന്നവർ വീണ്ടും നിറയും. ഒരു മഴമേഘം പോലെ കടലിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് മലമുകളിൽ പോയി ഘനീഭവിച്ച് വീണ്ടും താഴേക്ക് പെയ്യുന്ന മഴമേഘം പോലെയാണ്. ദൈവത്തിൽ നിന്ന് നിറയുക, എന്നിട്ട് ദാഹിക്കുന്ന ജനക്കൂട്ടത്തിന് മുകളിൽ സ്നേഹമായി പെയ്യുക. പ്രിയമുള്ളവരെ, നമുക്കും ഇത് ആവശ്യമാണ്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ, ബഹളങ്ങൾക്കിടയിൽ നമ്മുടേതായ ഒരു മലമുകൾ നമ്മൾ കണ്ടെത്തണം. അത് ഹിമാലയത്തിലാകണമെന്നില്ല. നമ്മുടെ മുറിയിലെ ഒരു കോണിൽ, ആരും ശല്യപ്പെടുത്താത്ത ഒരിടത്ത്, കണ്ണുകൾ അടച്ചിരിക്കുന്ന ആ നിമിഷം, അതാണ് നമ്മുടെ മലമുകൾ. അവിടെ വെച്ചാണ് യേശു ശിഷ്യന്മാരോട് സംസാരിച്ചത്. ജനക്കൂട്ടത്തോടല്ല, ശിഷ്യന്മാരോട്. എന്താണ് ഇതിലെ വ്യത്യാസം? ജനക്കൂട്ടം എന്നത് തർക്കിക്കാൻ വരുന്നവരാണ്. ശിഷ്യന്മാരോ കേൾക്കാൻ വരുന്നവരാണ്. ഒരു ശിഷ്യൻ എന്നാൽ ഒരു പെൺമനസ്സാണ്. അവനല്ലെങ്കിൽ അവൾ ഗർഭം ധരിക്കാൻ തയ്യാറാണ്. അവൻ വാതിലുകളും ജനലുകളും തുറന്നിട്ടിരിക്കുകയാണ്. ഗുരുവിൻ്റെ വാക്കുകൾ ഒരു ഇളം കാറ്റുപോലെ ഉള്ളിലേക്ക് കടക്കാൻ അവൻ അനുവദിക്കുന്നു. അവിടെ തർക്കമില്ല, അവിടെ സംവാദമാണ്. രണ്ട് കാമിതാക്കൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ ഗുരുവും ശിഷ്യനും ആ മലമുകളിൽ വെച്ച് സ്നേഹത്തിൽ ഒന്നാകുകയാണ് ചെയ്യുന്നത്. ആ നിശബ്ദമായ ഒത്തുചേരലിലാണ് യേശു ലോകത്തിലെ ഏറ്റവും മനോഹരമായ വചനങ്ങൾ ഉരുവിട്ടത്. ആ വചനങ്ങളിലേക്ക്, ആ അമൃതധാരയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മലമുകളിലെ ആ നിശബ്ദതയിൽ വെച്ച് യേശു ഉച്ചരിച്ച വാക്കുകൾ മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും വിപ്ലവകരമായ വരികളാണ്. ഇതിനെ നമ്മൾ ഗിരിപ്രഭാഷണം എന്ന് വിളിക്കുന്നു. പക്ഷേ ഈ വരികളുടെ യഥാർത്ഥ അർത്ഥം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടായിരിക്കില്ല. യേശു ആദ്യം പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളതത്രേ. ഇതാണ് സുവിശേഷത്തിലെ ഏറ്റവും വലിയ വചനം. ഒരുപക്ഷെ ഇതിനുശേഷം മറ്റൊന്നും പറയേണ്ടി വരില്ലായിരുന്നു. എന്താണ് ആത്മാവിൽ ദരിദ്രനാവുക എന്ന് പറഞ്ഞാൽ? ഇതിനർത്ഥം പണമില്ലാത്തവൻ എന്നല്ല. ഇതിനർത്ഥം ശൂന്യത എന്നാണ്. ബുദ്ധൻ തൻ്റെ ശിഷ്യനായ സാരിപുത്രനോട് പറഞ്ഞ അതേ കാര്യമാണിത്. രൂപം ശൂന്യതയാണ്, ശൂന്യത രൂപമാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഞാൻ എന്ന ഭാവം എപ്പോൾ ഒഴിഞ്ഞു പോകുന്നുവോ, എപ്പോൾ നമ്മൾ ഞാൻ ആരുമല്ല എന്ന് തിരിച്ചറിയുന്നുവോ, അപ്പോൾ നമ്മൾ ആത്മാവിൽ ദരിദ്രനാകുന്നു. ആ നിമിഷം, ആ ശൂന്യതയിൽ ദൈവം നമ്മിൽ വന്നു നിറയുന്നു. ശ്രദ്ധിക്കുക, യേശു ഇവിടെ ഉപയോഗിക്കുന്നത് വർത്തമാനകാലമാണ്. സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. അതൊരു വാഗ്ദാനമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ എന്നത് ഭാവിയിലുള്ള ഒരു കാര്യമല്ല,
ഈ നിമിഷം തന്നെ സ്വർഗം നിങ്ങളുടേതാണ് എന്നാണത് അർത്ഥമാക്കുന്നത്. ശൂന്യതയ്ക്കും ദൈവത്തിനുമിടയിൽ സമയത്തിൻ്റെ അകലമില്ല. എന്നാൽ യേശുവിന് മനസ്സിലായി ശിഷ്യന്മാർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന്. ആ വചനം അവരുടെ തലയ്ക്ക് മുകളിലൂടെ പോയി. അത് അത്രയും ഉയർന്നതായിരുന്നു. അതുകൊണ്ട് യേശു അല്പം താഴേക്കിറങ്ങി വന്നു. അദ്ദേഹം അവിടെ ഭാവിയെ കൂട്ടുപിടിച്ചു. യേശു രണ്ടാമതായി പറഞ്ഞു, ദുഃഖിതരായവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇവിടെ ലഭിക്കുമെന്ന ഭാവി കാലമാണ് യേശു ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ വചനമായ ശൂന്യതയെ മനസ്സിലാകാത്ത മനസ്സിന് വേണ്ടിയാണിത്. മനസ്സിനെപ്പോഴും ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും. ഇപ്പോൾ കരഞ്ഞാൽ നാളെ ആശ്വാസം കിട്ടും. അത് മനസ്സിന് മനസ്സിലാവും. ഇവിടെ ദുഃഖിതർ എന്നാൽ ആരാണ്? അമ്മയെ കാണാതെ കരയുന്ന ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നിസ്സഹായരായവർ. നമ്മളുടെ പ്രാർത്ഥന വെറും വാക്കുകളല്ല, മറിച്ച് നിസ്സഹായതയുടെ വിലാപമാകുമ്പോൾ, അഹങ്കാരം ഉരുകി കണ്ണീരാകുമ്പോൾ, അപ്പോൾ ദൈവം ഓടിയെത്തും. ഒരമ്മ ഓടി വരുന്നത് പോലെ നമുക്ക് ആശ്വാസം ലഭിക്കും. പിന്നീട് യേശു പറയുന്നു, സൗമ്യരായവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അവർ ഭൂമിയെ അവകാശമാക്കും. ഇവിടെയും ഒരു കെണിയുണ്ട്. ആത്മാവിൽ ദരിദ്രനാവുക എന്നത് അഹങ്കാരമില്ലാത്ത ഒരവസ്ഥയാണ്. എന്നാൽ സൗമ്യനാവുക എന്നതിൽ സൂക്ഷ്മമായ ഒരു അഹങ്കാരമുണ്ട്. ഒരാൾ ചിന്തിക്കുന്നു, ഞാൻ എത്ര എളിയവനാണ്, ഞാൻ എത്ര വിനീതനാണ്, അവിടെയും ഞാനുണ്ട്. പരുക്കൻ അഹങ്കാരത്തെക്കാൾ അപകടകരമാണ് വിശുദ്ധമായ അഹങ്കാരം. എങ്കിലും സൗമ്യത നല്ലതാണ്. അത് അഹങ്കാരത്തെ അലിയിക്കാൻ സഹായിക്കും. അവസാനം യേശു അത്ഭുതകരമായ വാചകം പറയുന്നു. അദ്ദേഹത്തിന് ചുറ്റുമിരിക്കുന്നത് ആരൊക്കെയാണ്? മരപ്പണിക്കാർ, മീൻപിടുത്തക്കാർ, സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. രാജാക്കന്മാരോ പണ്ഡിതരോ അല്ല അവർ. എന്നിട്ടും യേശു അവരോട് പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നുവെന്ന്. എന്തുകൊണ്ടാണ് ഉപ്പ്? കാരണം ദൈവത്തെ അറിയാനുള്ള ദാഹം ആർക്കുണ്ടോ അവനാണ് ഈ ഭൂമിക്ക് രുചി നൽകുന്നത്. നമ്മളെപ്പോലെയുള്ള അന്വേഷകർ ഇല്ലെങ്കിൽ ഈ ലോകം ചപ്പുചവറുകൾ പോലെ അർത്ഥശൂന്യമാണ്. ഉപ്പിന് രുചി പോയാൽ പിന്നെ എന്തിനു കൊള്ളാം? അതിനെ പുറത്തേക്ക് വലിച്ചെറിയുകയുള്ളൂ. നമ്മുടെ ഉള്ളിലെ ആ ആത്മീയ അന്വേഷണം, ആ തീപ്പൊരി, അത് നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ വെറും ജഡമാണ്. പ്രിയമുള്ളവരെ, നമ്മളാണ് ഈ ഭൂമിയുടെ ഉപ്പ്. നമ്മളാണ് ആ വെളിച്ചം. ആ വെളിച്ചത്തെ ഒരിക്കലും മറച്ചു വെക്കരുത്. മലമുകളിൽ വെച്ച വിളക്ക് പോലെ അത് പ്രകാശിക്കണം. ഇനിയുള്ള യാത്രയിൽ നമുക്ക് ആ വെളിച്ചത്തിൻ്റെ വഴിയിലൂടെ നടക്കേണ്ടതുണ്ട്. എന്നാൽ ആ വഴിയിൽ ചില തടസ്സങ്ങളുമുണ്ട്. മതങ്ങൾ സൃഷ്ടിച്ച ചില തെറ്റിദ്ധാരണകൾ. അതിലൊന്നാണ് ലൈംഗികതയും പാപവും. മുൻപ് കന്യാസ്ത്രീയായിരുന്ന ഓഷോയുടെ ശിഷ്യയായ മാ ദേവചിന്തന എന്ന വ്യക്തിയുടെ ഒരു ചോദ്യമുണ്ട്. അവർ ഓഷോയോട് ചോദിക്കുകയാണ്, ഇത്രയും കാലം ഞാൻ സ്നേഹിച്ച യേശുവിനെ ഞാൻ എന്തു ചെയ്യണമെന്ന്. ഇതൊരു വലിയ ചോദ്യമാണ്. ചിന്തന കന്യാസ്ത്രീയായിരുന്നപ്പോൾ അനുഭവിച്ചത് വലിയ ദുഃഖമാണ്. അവർ സ്വന്തം ശരീരത്തെ നിഷേധിച്ചു, ജീവിതത്തെ നിഷേധിച്ചു. ഓഷോ പറയുകയാണ്, അവർ സ്നേഹിച്ചത് യേശുവിനെയല്ല, അവർ സ്നേഹിച്ചത് അവരുടെ തന്നെ ദുഃഖത്തെയായിരുന്നു. ഇതൊരു തരം ആത്മപീഡനമാണ്. സ്വന്തം ശരീരത്തെയും മനസ്സിനെയും പീഡിപ്പിക്കുക, എന്നിട്ട് ആ വേദനയെ ഭക്തി എന്ന് വിളിക്കുക. ഇതിനെ ഓഷോ കുരിശുമതം എന്നാണ് വിളിച്ചത്. ഇത് ക്രിസ്തുമതമല്ലെന്നും ഓഷോ പറഞ്ഞു. എന്താണ് ആ വ്യത്യാസം?
ക്രൈസ്തവ ലോകം ആരാധിക്കുന്നത് യേശുവിൻ്റെ ജീവിതത്തെയല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ മരണത്തെയാണ്, കുരിശിലെ മരണത്തെ. അവർ യേശുവിനെ എപ്പോഴും ദുഃഖിതനായി ചിത്രീകരിച്ചു, ചിരിക്കാത്ത, എപ്പോഴും ഭാരം ചുമക്കുന്ന യേശു. അതുകൊണ്ടാണ് പള്ളികൾ പലപ്പോഴും ശ്മശാനങ്ങൾ പോലെ മൂകമായിരിക്കുന്നത്. അവിടെ ചിരിയില്ല, അവിടെ ആഘോഷമില്ല. എന്നാൽ ഓഷോ പറയുന്നു, യേശു പൊട്ടിച്ചിരിച്ചിരുന്നു, അദ്ദേഹം നല്ല ഭക്ഷണം കഴിച്ചിരുന്നു, നല്ല വീഞ്ഞ് ആസ്വദിച്ചിരുന്നു, സുഹൃത്തുക്കളോടൊപ്പം ആഘോഷിച്ചിരുന്നു. ഒരു മരപ്പണിക്കാരൻ്റെ മകൻ സാധാരണക്കാരനോടൊപ്പം ജീവിച്ച ആ മനുഷ്യൻ എങ്ങനെയാണ് ചിരിക്കാതിരിക്കുക? ജീവിതത്തെ നിഷേധിക്കുന്നവർക്കൊരിക്കലും ദൈവത്തെ കാണാൻ കഴിയില്ല. കന്യാസ്ത്രീകൾക്കും സന്യാസിമാർക്കും സംഭവിച്ചത് അതാണ്. അവർ ലൈംഗികതയെയും പ്രണയത്തെയും വേണ്ട എന്ന് പറഞ്ഞ് അതിനെ അടിച്ചമർത്തി. നമ്മൾ എന്തിനെയാണോ അടിച്ചമർത്തുന്നത് അത് വക്രീകരിക്കപ്പെട്ട് നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും. വിശക്കുന്നവന് ഭക്ഷണത്തെക്കുറിച്ച് മാത്രമല്ലേ ചിന്തിക്കാൻ കഴിയൂ. ലൈംഗികതയെ പട്ടിണിക്കിട്ടാൽ മനസ്സ് മുഴുവൻ ലൈംഗികതയായി മാറും. അതാണ് അവരുടെ പ്രാർത്ഥനകൾ പോലും രോഗാതുരമാകാൻ കാരണം. ഓഷോയുടെ മാർഗം എന്നത് ശരിയെന്ന് പറയുന്നതിൻ്റെതാണ്. ജീവിതത്തോട് ശരിയെന്ന് പറഞ്ഞ് ആനന്ദത്തിലൂടെ ദൈവത്തിലേക്ക് പോവാൻ നമുക്ക്. ലൈംഗികതയെ അടിച്ചമർത്താതെ അതിനെ സ്നേഹത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുക. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഭർത്താവിനെയോ ഭാര്യയെയോ കാമുകിയെയോ കാമുകനെയോ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ഒരു പ്രാർത്ഥനയായി മാറുന്നു. അപ്പോൾ അവർ ദൈവത്തിലേക്കുള്ള വാതിലുകളാകും. അതുകൊണ്ടാണ് ആ പഴയ കുരിശുമതത്തെ ഉപേക്ഷിക്കൂ, പകരം ജീവിക്കുന്ന, ചിരിക്കുന്ന, സ്നേഹിക്കുന്ന യേശുവിനെ സ്വീകരിക്കൂ എന്ന് ഓഷോ പറഞ്ഞത്. എന്നാൽ ഒരു ചോദ്യം ബാക്കിയുണ്ടാവും. അങ്ങനെയെങ്കിൽ യേശു കന്യകയിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്ന കഥയിൽ കാര്യമുണ്ടോ എന്ന്. നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് മനുഷ്യൻ ലൈംഗികതയെ അടിച്ചമർത്തി അതിനെ വികൃതമാക്കിയത് എന്നാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യമുയരുന്നത്. യേശു ഒരു കന്യകയിൽ നിന്നാണ് ജനിച്ചത്. നൂറ്റാണ്ടുകളായി നമ്മൾ കേൾക്കുന്ന കാര്യമാണിത്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം? പലരും കരുതുന്നത് ഇത് വെറുമൊരു ശാരീരിക അത്ഭുതമാണെന്നാണ്. പുരുഷ സ്പർശമേൽക്കാത്ത ഒരു സ്ത്രീയിൽ നിന്ന് ദൈവം ജനിച്ചുവെന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് ഇതിനെക്കുറിച്ച് കുറെ കൂടി ആഴത്തിലൊന്ന് നോക്കാം. എന്താണ് ഈ കന്യകാത്വം? ശാരീരികമായി ബന്ധപ്പെടാത്ത ഒരു അവസ്ഥയല്ല ഈ കന്യകാത്വം. കന്യക എന്നാൽ മനസ്സ് കടന്നു വരാത്തവൾ, നിഷ്കളങ്കയായവൾ എന്നാണ് അർത്ഥം. ഇത് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണം. ലൈംഗികതയും കാമവും. ഇതൊന്ന് ശ്രദ്ധിക്കണം. ഈ ഭൂമിയിലെ മൃഗങ്ങളെ നോക്കിയാൽ അവ ലൈംഗികതയിൽ ഏർപ്പെടാറുണ്ട്. എന്നാൽ അവയ്ക്ക് കാമമില്ല. അവ പ്രകൃതിയുടെ നിയമം അനുസരിക്കുക മാത്രമാണ് അവിടെ. അവ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, സ്വപ്നം കാണുന്നില്ല, പ്ലാൻ ചെയ്യുന്നില്ല. അവയുടെ പ്രവൃത്തിയിൽ ഒരു മനസ്സില്ല. അതുകൊണ്ട് അവ നിഷ്കളങ്കരാണ്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. നമ്മളൊരു സുന്ദരിയായ സ്ത്രീയെയോ അല്ലെങ്കിൽ സുന്ദരനായ ഒരു പുരുഷനെയോ കാണുന്നുവെന്ന് കരുതിയാൽ അടുത്ത നിമിഷം മുതൽ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങും. എങ്ങനെ ഇവരെ സ്വന്തമാക്കാം, എങ്ങനെ നമ്മുടെ കിടക്കയിലേക്ക് ഇവരെ കൊണ്ടുവരാം. പുറമെ നമ്മൾ സാഹിത്യത്തെക്കുറിച്ചോ സിനിമയെക്കുറിച്ചോ ഈ ലോകകാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുകയായിരിക്കും. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ കണക്കുകൂട്ടുകയാണ്, പ്ലാൻ ചെയ്യുകയാണ്. ശരീരം ചേരുന്നതിനു മുൻപേ മനസ്സവിടെ എത്തിക്കഴിഞ്ഞു. സത്യത്തിൽ അതാണ് അശുദ്ധി. അതിനെയാണ് കാമമെന്ന് വിളിക്കുന്നത്. ലൈംഗികത എപ്പോൾ തലച്ചോറിലേക്ക് കയറുന്നുവോ
അപ്പോൾ അത് അശുദ്ധമാകും. ഇനി നമുക്ക് മേരിയുടെ കാര്യത്തിലേക്ക് വരാം. ഓഷോ പറയുന്നു, മേരിയുടെ ബോധം ഒരു പശുക്കുട്ടിയുടേതുപോലെ നിഷ്കളങ്കമായിരുന്നുവെന്ന്. ഇതൊരു മോശം പ്രയോഗമല്ലട്ടോ. മൃഗങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അവിടെ കറകളില്ല, അവിടെ തന്ത്രങ്ങളില്ല. അതുപോലെ മേരിയുടെ സ്നേഹത്തിൽ കാമമുണ്ടായിരുന്നില്ല, അവിടെ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നില്ല. ജോസഫും മേരിയും തമ്മിലുള്ള ബന്ധം വെറുമൊരു ശാരീരികമായ ആവശ്യമല്ലായിരുന്നു, അതൊരു ധ്യാനമായിരുന്നു. അവിടെ ആ നിമിഷത്തിൽ മനസ്സ് അപ്രത്യക്ഷമായി വെറും പ്രകൃതി മാത്രമായി. ആ പരിശുദ്ധമായ ചിന്തകളില്ലാത്ത മനസ്സ് ഇടപെടാത്ത സ്നേഹത്തിൽ നിന്നാണ് യേശു ജനിച്ചത്. അതാണ് യഥാർത്ഥ കന്യകാത്വം. അവിടെ ശാരീരികമായ സ്പർശനം ഉണ്ടായോ ഇല്ലയോ എന്നത് ഇവിടെ പ്രസക്തമല്ല. മനസ്സ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രധാനം. ഇതാണ് തന്ത്രദർശനവും പറയുന്നത്, വിശുദ്ധമായ ലൈംഗികതയെന്ന്. പിന്നെ എന്തിനാണ് മതങ്ങൾ ഈ കന്യകാജനനം എന്ന കഥ മെനഞ്ഞെടുത്തത്? അവിടെയാണ് മതത്തിൻ്റെ രാഷ്ട്രീയമുള്ളത്. ലൈംഗികത പാപമാണെന്നും ലൈംഗികതയെ വെറുക്കുകയും അതേസമയം അതിനെ ഭയക്കുകയും ചെയ്യുന്നവർക്ക് അവരുടെ ദൈവത്തെ, അവരുടെ ഗുരുവിനെ ലൈംഗികതയിൽ നിന്ന് മാറ്റി നിർത്തണമായിരുന്നു. യേശു ഒരു സാധാരണ ലൈംഗിക ബന്ധത്തിലൂടെ ജനിച്ചു എന്ന് സമ്മതിക്കാൻ അവർക്ക് മടിയായിരുന്നു. കാരണം യേശു ലൈംഗികതയിലൂടെയാണ് വന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് ലൈംഗികതയെ പാപമായി പ്രഖ്യാപിക്കാൻ കഴിയുക? എങ്ങനെയാണ് അവർക്ക് നമ്മളെ കുറ്റബോധം കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുക? അതുകൊണ്ട് അവർ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല, മനുഷ്യനല്ല, പരിശുദ്ധാത്മാവാണ് പിതാവെന്ന്. യേശുവിനെ ഒരു അമാനുഷികനാക്കാൻ അവർ നടത്തിയ ശ്രമമാണിതെന്ന് ഓഷോ പറയുന്നു. യേശു സാധാരണക്കാരിൽ സാധാരണക്കാരനായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മഹത്വം. അദ്ദേഹം പ്രകൃതിയിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന്, നിഷ്കളങ്കതയിൽ നിന്ന് വിരിഞ്ഞ ഒരു പൂവാണ്. ആ പൂവിന് മാന്ത്രിക വിദ്യകളുടെ ആവശ്യമില്ല. ഇതാണ് യേശുവിൻ്റെ ജനനത്തിൻ്റെ ശരിയായ രഹസ്യം. ബൈബിളിലെ ഏറ്റവും അത്ഭുതകരമായ കഥകളിലൊന്നാണ് ലാസറസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ആ കഥ ഇതാണ്. ലാസറസ് മരിച്ച് 4 ദിവസമായി. അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ യേശുവിന് സന്ദേശം അയച്ചു, വരിക, ഞങ്ങളുടെ സഹോദരൻ മരിച്ചുപോയി. യേശു അവിടെ എത്തിയത് സാവധാനമാണ്. അദ്ദേഹം എത്തിയപ്പോഴേക്കും ശരീരം അഴുകാൻ തുടങ്ങിയിരുന്നു. ഗുഹയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. ആരും ആ ഗുഹയിലേക്ക് പോകാൻ പോലും തയ്യാറായിരുന്നില്ല. യേശു ആ ഗുഹയുടെ വാതിക്കൽ നിന്ന് ഉറക്കെ വിളിച്ചു, ലാസറസേ, പുറത്തു വരിക. ആ നിമിഷം അവിടെ അത്ഭുതം സംഭവിച്ചു. 4 ദിവസമായി മരിച്ചു കിടന്ന് അഴുകിത്തുടങ്ങിയ ആ മനുഷ്യൻ പുറത്തു വന്നു. ഇവിടെയാണ് മതങ്ങൾ നമുക്ക് തെറ്റായ വ്യാഖ്യാനം നൽകിയത്. അവർ പറഞ്ഞു, ഇത് യേശുവിൻ്റെ അത്ഭുതമാണെന്ന്. എന്നാലിത് ലാസറസിൻ്റെ അത്ഭുതമാണ്. വിളിക്കാൻ ആർക്കും കഴിയും, ആർക്കും ഗുഹയുടെ മുന്നിൽ നിന്ന് വിളിക്കാം. പക്ഷേ മരിച്ചു കിടക്കുന്ന ഒരാൾ ആ വിളി കേൾക്കണമെങ്കിൽ, ആ വിളിക്കുത്തരം നൽകണമെങ്കിൽ അയാൾക്ക് ആ ഗുരുവിനോട് എത്ര വലിയ ആത്മബന്ധമുണ്ടായിരിക്കണം. മരണത്തിൽ പോലും അനുസരിക്കാൻ തയ്യാറായ ആ ശിഷ്യൻ്റെ അത്ഭുതമാണിത്. ഇതൊരു ചരിത്രപരമായ സത്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാൽ ഇതൊരു നീതിക്കഥയാണ് എന്നാണ് ഓഷോ പറയാറ്. ഇതിൽ വലിയൊരു അർത്ഥമുണ്ട്. സത്യത്തിൽ നമ്മളാണ് ആ ലാസറസ്. നമ്മൾ ഓരോരുത്തരും ലാസറസുമാരാണ്. നമ്മുടെ മനസ്സാകുന്ന ഗുഹയ്ക്കുള്ളിൽ നമ്മൾ മരിച്ചു കിടക്കുകയാണ്.
ആ ഗുഹയിൽ നിറയെ പഴയ ചിന്തകളാണ്, മുൻവിധികളാണ്, മരിച്ചുപോയ വിശ്വാസങ്ങളാണ്. അവിടെ ദുർഗന്ധമുണ്ട്. നമ്മുടെ അഹങ്കാരത്തിൻ്റെ, നമ്മുടെ പകയുടെ, നമ്മുടെ കുറ്റബോധത്തിൻ്റെ ദുർഗന്ധം. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ ആത്മാവിൻ്റെ തലത്തിൽ നമ്മൾ ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ മരിച്ചവരാണ്. യേശു വിളിച്ചതുപോലെ പുറത്തു വരിക. മനസ്സിൽ നിന്ന് പുറത്തു വരിക എന്നാൽ കാലത്തിൽ നിന്ന് നിത്യതയിലേക്ക് വരിക എന്നാണ് അർത്ഥം. മനസ്സെപ്പോഴും ഭൂതകാലത്തിലോ ഭാവിയിലോ ആണ് ജീവിക്കുക. അത് മരണമാണ്. ഈ നിമിഷത്തിൽ ജീവിക്കുക, അതാണ് ഉയിർത്തെഴുന്നേൽപ്പ്. ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യമുണ്ട്, സുവിശേഷത്തിൽ സ്നേഹിക്കാൻ ടെക്നിക്കുകളില്ലല്ലോ എന്ന്. ശരിയാണ്, സ്നേഹത്തിന് എന്ത് ടെക്നിക്ക്? യന്ത്രങ്ങൾക്ക് ടെക്നിക്ക് വേണം. സ്നേഹം ഒരു സംഭവമാണ്. യേശുവിൻ്റെ പാത സ്നേഹത്തിൻ്റെതാണ്. അവിടെ അലിഞ്ഞു ചേരൽ മാത്രമേയുള്ളൂ. മനസ്സിൽ നിന്ന് പുറത്തു വരാൻ ടെക്നിക്കുകളൊന്നുമില്ല. ഒരേ ഒരു വഴി സ്നേഹമാണ്. ഗുരുവിനോടുള്ള, ദൈവത്തോടുള്ള അടങ്ങാത്ത സ്നേഹം. ആ സ്നേഹം നമ്മളെ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിടും. അതുകൊണ്ട് ആ പഴയ നിയമങ്ങൾ, കണ്ണിന് പകരം കണ്ണെന്നുള്ളത് ഉപേക്ഷിക്കണം. ഞാൻ നിങ്ങൾക്ക് പുതിയ നിയമം തരുന്നു. ശത്രുവിനെ സ്നേഹിക്കുക, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. നിങ്ങളെ വെറുക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. നിങ്ങളാണ് ഈ ഭൂമിയുടെ ഉപ്പ്. നിങ്ങളാണ് ഈ ലോകത്തിൻ്റെ വെളിച്ചം. ആ വെളിച്ചത്തെ മറച്ചു വെക്കരുത്. മലമുകളിൽ വെച്ച വിളക്ക് പോലെ അത് പ്രകാശിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വാക്കുകളിലൂടെയല്ല, മറിച്ച് നിശബ്ദമായ കണ്ണീരിലൂടെ, ആനന്ദത്തിൻ്റെ നൃത്തത്തിലൂടെ. വരൂ, ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരൂ. അതാണ് യേശു. അതാണ് ക്രിസ്തുബോധം. ഇന്നത്തെ ആത്മീയ ചിന്തകൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. നന്ദി, നമസ്കാരം.